Good morning all. Here I am going to discuss about the insertion and rotation operations of an AVL tree. First one, insertion operation of an AVL tree. AVL ട്രീയുടെ ഇൻസേർഷൻ ഓപ്പറേഷനിലാണെന്ന് വെച്ചാൽ നമ്മൾ 3 കേസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു എം ടി എ വി എൽ സെർച്ച് ട്രീയിലേക്ക് നമ്മളൊരു ഡേറ്റ ഐറ്റം വിത്ത് എ കീ വാല്യൂ കെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇതാണ് ഒരു എം ടി എ വി എൽ സെർച്ച് ട്രീയിലേക്ക് നമ്മളൊരു കീ വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്യുമ്പം ന്യൂലി ഇൻസേർട്ട് ചെയ്യുന്ന നോഡ് ഏത് തന്നെയായാലും ദാറ്റ് വിൽ സെറ്റ് as റൂട്ട്, ബിക്കോസ് ഹിയർ ദർ ഈസ് നോ നോഡ് വിത്ത് എ പെർട്ടിക്കുലർ കീ വാല്യൂ. അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് ഏതൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്താലും അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ദാറ്റ് വിൽ കൺസിഡർ as എ റൂട്ട്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇഫ് ദ ട്രീ കണ്ടെയ്ൻസ് ഓൺലി സിംഗിൾ നോഡ്. ഓൺലി സിംഗിൾ നോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത്? അതൊരു റൂട്ട് നോഡ് ആയിരിക്കും. അങ്ങനെ റൂട്ട് നോഡ് ആണെന്നുണ്ടെങ്കിൽ ആ റൂട്ട് നോഡിലേക്ക് നമ്മളൊരു പുതിയ നോഡ് വിത്ത് എ കീ വാല്യൂ കെ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും വി ഹാവ് ടു കമ്പയർ ദാറ്റ് റൂട്ട് വിത്ത് ദി കീ വാല്യൂ കെ. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കീ വാല്യൂ കെ എന്ന് പറയുന്നത് സ്മോളർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്ത് അതിനെ ലെഫ്റ്റ് ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യും. ഇഫ് ദി കീ വാല്യൂ കെ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി റൂട്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്ത് അതിനെ റൈറ്റ് നോഡായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇവിടെ എന്താണ് ചെയ്യുന്നത്? സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഒരു ട്രീയിൽ ഒരു സിംഗിൾ നോഡ് അല്ല, അതായത് റൂട്ട് നോഡ് ഉള്ള കേസാണ്. ആ ഉള്ള കേസിൽ എന്ത് ചെയ്യും? നമ്മൾ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ വരുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂവിനെ റൂട്ട് നോഡിൻ്റെ വാല്യൂവുമായിട്ട് കമ്പയർ ചെയ്യും. സ്മോളർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലെഫ്റ്റിൽ ഇൻസേർട്ട് ചെയ്യും. ലാർജർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റിൽ ഇൻസേർട്ട് ചെയ്യും. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് റൂട്ട് നോഡ് ഉണ്ട്, ഐദർ ലെഫ്റ്റ് ചൈൽഡ് അല്ലെങ്കിൽ റൈറ്റ് ചൈൽഡ് ഉണ്ട്. ദെൻ വി ഹാവ് ടു ചെക്ക് ദി ബാലൻസ് ഫാക്ടർ. ഇവിടെ എന്ത് നോക്കണം? ട്രീ ഹൈറ്റ് ബാലൻസ്ഡ് ആണോ ഇല്ലയോ എന്ന് നോക്കണം. ഓക്കെ, ഇനി ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കതിനെ ബാലൻസ് ചെയ്യണം. പക്ഷേ ഇവിടെ രണ്ട് നോഡുള്ളത് കൊണ്ട് എന്തായിരിക്കും? ഐദർ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ -1 ആയിരിക്കും എപ്പോഴും ബാലൻസ് ഫാക്ടർ. അതുകൊണ്ട് ട്രീ മോസ്റ്റ്ലി ബാലൻസ്ഡ് ആയിരിക്കും. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് ഇഫ് ആൻ എ വി എൽ ട്രീ കണ്ടെയ്ൻസ് നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ അതൊരു 3 അതിൽ കൂടുതലോ നോട്ട്സ് ഉള്ള ഒരു ട്രീ ആയിരിക്കും. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേസാണ്. ഇവിടെ ഡേറ്റ ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യുമ്പം ആസ് യൂഷ്വൽ ബൈനറി സെർച്ച് ട്രീയിൽ നമ്മൾ നോക്കും പോലെ തന്നെ ഇൻസേർട്ട് ചെയ്യാൻ വരുന്ന നോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് റൂട്ടുമായിട്ട് കമ്പയർ ചെയ്യും. റൂട്ടിനേക്കാൾ സ്മോളർ ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്യും. റൂട്ടിൻ്റെ ലെഫ്റ്റ് നോഡ് ഏതാണോ ആ ലെഫ്റ്റ് നോഡുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യും. ഏതിനെ? പുതിയ കീ വാല്യൂവിനെ. കമ്പയർ ചെയ്യുമ്പം ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്യും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്യും. ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് എന്ത് ചെയ്യും? പ്രോപ്പർ പ്ലേസിൽ നമ്മൾ ന്യൂലി ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് വിത്ത് കീ വാല്യൂ കെ ഇൻസേർട്ട് ചെയ്യും. ഇനി ഇൻസേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു ചെക്ക് ദി ബാലൻസ് ഫാക്ടർ. ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യണം. ട്രീ ഹൈറ്റ് ബാലൻസ്ഡ് ആണോ ഇല്ലയോ എന്ന് നോക്കണം. ഹൗ ടു ചെക്ക് ദി ബാലൻസ് ഫാക്ടർ? ബാലൻസ് ഫാക്ടർ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 0 അല്ലെങ്കിൽ 1 ആയിരിക്കണം. ലെറ്റ്സ് ചെക്ക് ദി എക്സാമ്പിൾ. ദിസ് ഈസ് എ ട്രീ. ഹിയർ 30 20 40 35 45. ദിസ് ഈസ് എ ബൈനറി സെർച്ച് ട്രീ. We have to check the balance factor. Here all leaf nodes are with balancing factor 0 and here 0. Here balanced. We have to insert a value 32. How to insert this value 32? First 32 is compared with the root value 30. 32 is greater than 30, so traverse to right child 40. Then newly inserted value 32 compared with 40 and 40 traverse to left child. Then 32 is comparing with the 35. We have to check the balance factor. Balance factor check ചെയ്യുമ്പോഴത്തേക്കും ലീഫ് നോഡ് 32ൻ്റെ ബാലൻസിങ് ഫാക്ടർ 0, 45ന് 0, 20ക്ക് 0. 35ൻ്റെ ബാലൻസ് ഫാക്ടർ എത്രയാണ്? ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ. ഹിയർ ലെഫ്റ്റ് സബ് ട്രീ 1, റൈറ്റ് സബ് ട്രീ ഇല്ല. അപ്പോൾ 1 - 0, 35ന് എത്ര വരും? 1 വരും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 40യുടെ ബാലൻസിങ് ഫാക്ടർ. ഇവിടെ ലെഫ്റ്റ് സബ് ട്രീയുടേത് 2 വരും, റൈറ്റ് സബ് ട്രീ 1 വരും. 2 - 1 1. 1 ഈസ് ദി ബാലൻസ് ഫാക്ടർ. ഇനി നമ്മൾ റൂട്ടിൻ്റെത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ്? ഇവിടെ 1, ലെഫ്റ്റ് സബ് ട്രീ 1 വരും. റൈറ്റ് സബ് ട്രീയുടെ എത്ര വരും? റൈറ്റ് സബ് ട്രീ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ 30 40 45 പാത്തുമുണ്ട്, 30 40 35 32 പാത്തുമുണ്ട്. ഇതിലെ ലോങ്കസ്റ്റ് പാത്ത് ഏതാണോ അതാണ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരും? 1 2 3.
സോ 1 മൈനസ് 3 എത്ര വരും? -2. ബാലൻസിങ് ഫാക്ടർ എന്ന് പറയുന്നത് -1 0 1 അല്ലാതെ +2ലേക്കോ -2ലേക്കോ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ട്രീ അൺബാലൻസ്ഡ് ആകുവാണ്. ഇങ്ങനെ പുതിയ ഏതെങ്കിലും ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്ത് ട്രീ അൺബാലൻസ്ഡ് ആകുമ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ ട്രീയെ ബാലൻസ്ഡ് ആക്കണം. അങ്ങനെ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷന് പറയുന്ന പേരാണ് റൊട്ടേഷൻ ഓപ്പറേഷൻ. ഓക്കെ, ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 30 20 40 10 25ലേക്ക് നമുക്ക് ന്യൂലി ഇൻസേർട്ടഡ് നോഡ് 27 ഇൻസേർട്ട് ചെയ്യണം. ഇതൊരു ബാലൻസ്ഡ് ട്രീ ആണ്. ഇവിടെ 27 നമ്മൾ കമ്പയർ ചെയ്ത് പ്രോപ്പർ പ്ലേസിൽ ഇൻസേർട്ട് ചെയ്യുമ്പം റൂട്ട് നോഡിൻ്റെ ബാലൻസിങ് ഫാക്ടർ ചേഞ്ച് ചെയ്യുവാണ്. ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതെന്ന് പറയുന്ന അൺബാലൻസ്ഡ് ട്രീ ആണ്. വി ഹാവ് ടു റൊട്ടേറ്റ് ദിസ് ട്രീ ടു ബിക്കം ബാലൻസ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസേർഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് പുതിയതായിട്ട് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നോഡിനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി ഉള്ള ഒരു ട്രീയിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ലീഫ് നോഡായിട്ടായിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു എംപ്റ്റി ട്രീയിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ റൂട്ട് നോഡായിട്ടായിരിക്കണം ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇനി എങ്ങനെ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്താലും വി ഹാവ് ടു ചെക്ക് ദി ബാലൻസ് ഫാക്ടർ. ചെക്ക് ചെയ്യുമ്പം ട്രീ എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ആകുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു പെർഫോം റൊട്ടേഷൻ ഓപ്പറേഷൻ ടു ഓക്കെ. So next I am going to discuss about the rotation operations of an AVL tree. What is rotation operation? Actually, rotation is a local transformation of the subtree rooted at a node whose balance factor become either +2 or -2. ഇങ്ങനെ +2 അല്ലെങ്കിൽ -2 ആകുമ്പോഴത്തേക്കും നമ്മൾ പെർഫോം ചെയ്യുന്ന റൊട്ടേഷൻ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? മെയിൻലി 4 ടൈപ്സ് ഓഫ് റൊട്ടേഷൻ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്തത്. സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷൻ, സിംഗിൾ റൈറ്റ് റൊട്ടേഷൻ, ഡബിൾ ലെഫ്റ്റ് റൊട്ടേഷൻ, ഡബിൾ റൈറ്റ് റൊട്ടേഷൻ. ഡബിൾ ലെഫ്റ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ 2 റൊട്ടേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് റൊട്ടേഷനും റൈറ്റ് റൊട്ടേഷനും. ലൈക്വൈസ് സെഷനിൽ നമ്മൾ റൈറ്റ് റൊട്ടേഷനും ലെഫ്റ്റ് റൊട്ടേഷനും പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷൻ ഓപ്പറേഷൻ. സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ട്രീയിലേക്ക് ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് ട്രീ അൺബാലൻസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷൻ എപ്പോഴാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അൺബാലൻസിങ് ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഇൻസേർഷൻ ഓഫ് റൈറ്റ് സബ്ട്രീ ഓഫ് ദി റൈറ്റ് പിവട്ട് നോഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ നോഡാണ്. ഏത് നോഡാണോ അൺബാലൻസ്ഡ് ആവുന്ന നോഡിനെയാണ് പറയുന്നത് പിവട്ട് നോഡ്. ഈ പിവട്ട് നോഡിൻ്റെ കൺസിഡർ ഹിയർ ദിസ് ഈസ് ആർ ഈസ് കൺസിഡർ ദിസ് ഇസ് ദി പിവട്ട് നോഡ്, ദിസ് ഈസ് ദി ന്യൂലി ഇൻസേർട്ടഡ് നോഡ്. ഇങ്ങനെ ഈ ഒരു പുതിയ നോഡിനെ എനിക്ക് അൺബാലൻസ്ഡ് ആകുന്നത് ഏതാണ്? ഈ നോഡാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പിവട്ട് നോഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ റൂട്ട് നോഡാണ്. നമ്മളിത് സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ആറിൻ്റെ ലെഫ്റ്റ് ട്രീ ആയിട്ടാണ് T1 കൊടുത്തേക്കുന്നത്. ആറിൻ്റെ റൈറ്റ് നോഡാണ് സി, സിയുടെ ലെഫ്റ്റ് സബ്ട്രീ T2, സിയുടെ റൈറ്റ് സബ്ട്രീ എന്ന് പറയുന്നത് T3. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ റൂട്ടിൻ്റെ നമ്മൾ പുതിയതായിട്ടൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്യുമ്പം ദിസ് ട്രീ എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ആയി മാറുവാണ്. അൺബാലൻസ്ഡ് ആയി മാറുമ്പോഴത്തേക്കും ആ ട്രീയെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ലെഫ്റ്റ് റൊട്ടേഷൻ പെർഫോം ചെയ്യുന്നത്. ലെഫ്റ്റ് റൊട്ടേഷൻ എപ്പോഴാണ് പെർഫോം ചെയ്യുന്നത്? ഇഫ് ദി അൺബാലൻസിങ് ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഇൻസേർഷൻ ഓഫ് റൈറ്റ് സബ്ട്രീ ഓഫ് ദി റൈറ്റ് ചൈൽഡ് ഓഫ് ദി പിവട്ട് നോഡ്. ദിസ് ഈസ് ദി പിവട്ട് നോഡ്. ദെൻ ഈ ലെഫ്റ്റ് റൊട്ടേഷൻ പെർഫോം ചെയ്യുമ്പം വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് ട്രീ? ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സി എന്ന് പറയുന്നത് എന്താണ്? പിവട്ട് നോഡിൻ്റെ റൈറ്റ് ചൈൽഡാണ്. ഈ റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ദിസ് റൈറ്റ് ചൈൽഡ് ബിക്കംസ് ദി റൂട്ട് ആൻഡ് ഇറ്റ്സ് റൈറ്റ് സബ്ട്രീ റിമെയിൻസ് സെയിം. ഓക്കെ, ആൻഡ് ദിസ് പിവട്ട് നോഡ് ബിക്കം ദി ലെഫ്റ്റ് ചൈൽഡ് ഓഫ് സി ആൻഡ് ദി ലെഫ്റ്റ് സബ്ട്രീ ഓഫ് ദിസ് പിവട്ട് നോഡ് റിമെയിൻസ് സെയിം. ഇനി സിയുടെ ലെഫ്റ്റ് സബ്ട്രീ എന്ത് ചെയ്യും?
ഈ പിവറ്റ് നോഡിൻ്റെ റൈറ്റ് സബ് ട്രീ ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പം വാട്ട് ആർ ദി ചേഞ്ചസ് ഒക്കേഴ്സ് ആഫ്റ്റർ ലെഫ്റ്റ് റൊട്ടേഷൻ? ഫസ്റ്റ് പറയുന്നത് ലെഫ്റ്റ് സബ് ട്രീ ഓഫ് ദി റൈറ്റ് ചൈൽഡ്. ലെഫ്റ്റ് സബ് ട്രീ ഓഫ് ദി റൈറ്റ് ചൈൽഡ് ഓഫ് pivot node become right subtree of P. Right subtree of pivot. That's T2. അതായത് ഇവിടെ പിവറ്റ് നോഡിൻ്റെ റൈറ്റ് ചൈൽഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നത് T2 ആണ്. ഈ T2 എന്ന് പറയുന്നത് എന്താണ്? R എന്ന് പറയുന്നതാണ് നമ്മുടെ പിവറ്റ് നോഡ്. ഈ പിവറ്റ് നോഡിൻ്റെ റൈറ്റ് ട്രീ ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നതാണ്, ഇനി ഈ പിവറ്റ് നോഡ് എങ്ങോട്ടാണ് മാറുന്നത്? പിവറ്റ് നോഡ് എന്ന് പറയുന്നതാണ് R. ഈ പിവറ്റ് നോഡ് ബിക്കം ലെഫ്റ്റ് ചൈൽഡ് ഓഫ് C. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അടുത്ത എന്ത് ചേഞ്ച് ആണ് വരുന്നത്? ഇവിടെ സിയുടെ റൈറ്റ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാണ്. അതേപോലെ ആറിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറയുന്നതും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ചേഞ്ചസേ വരുന്നുള്ളൂ. പിവറ്റ് നോഡ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, പിവറ്റ് നോഡിൻ്റെ റൈറ്റ് ആയിട്ട് മാറും. ഈ രണ്ട് ചേഞ്ചസ് ആണ് സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷനിൽ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷൻ എപ്പോഴാണ് പെർഫോം ചെയ്യുന്നത്? ഇഫ് ദി അൺബാലൻസിങ് ഒപ്പോസ് ഡ്യൂ ടു ദി ഇൻസേർഷൻ ഓഫ് റൈറ്റ് സബ് ട്രീ ഓഫ് ദി റൈറ്റ് ചൈൽഡ് ഓഫ് ദി പിവറ്റ് നോഡ്, ദെൻ ലെഫ്റ്റ് റൊട്ടേഷൻ പെർഫോംസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് 1, 2 എന്ന് പറയുന്ന ഈ രണ്ട് നോട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 3 എന്ന് പറയുന്ന ഒരു പുതിയ നോഡിനെ ഞാൻ ഇൻസേർട്ട് ചെയ്യുവാണ്. 3 എന്ന് പറയുന്ന നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഞാൻ 1 കമ്പയർ ചെയ്യും. അതിൽ ഗ്രേറ്റർ ആയതുകൊണ്ട് റൈറ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്തു. 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 3 ഗ്രേറ്റർ ആണ്, സോ റൈറ്റിൽ ഇൻസേർട്ട് ചെയ്തു. 3 എന്ന് പറയുന്നതാണ് ന്യൂലി ഇൻസേർട്ടഡ് നോഡ്. അങ്ങനെ 3യെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വി ഹാവ് ടു ചെക്ക് ദി ബാലൻസ് ഫാക്ടർ. 3ക്ക് 0 വരുന്നു, 2ന് എത്ര വരും? 0 - 1 വരും. 1ന് എത്ര വരും? 0 - 2 വരും. അപ്പോൾ ഏതാണ് ഇവിടെ ഈ 1? ഇതാണ് എന്ത് പറയുന്നത്? ഇത് റൂട്ടാണ്. ദിസ് വിൽ ബിക്കം ദി പിവറ്റ് നോഡ്. ഓക്കെ, അങ്ങനെ ഇത് പിവറ്റ് നോഡായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ചെയ്യുന്നത്? ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്താണ്? റൈറ്റ് ചൈൽഡിൻ്റെ റൈറ്റ് സബ് ട്രീയിലല്ലേ ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. സോ വി ഹാവ് ടു പെർഫോം ലെഫ്റ്റ് റൊട്ടേഷൻ. ലെഫ്റ്റ് റൊട്ടേഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതാണ് ഇവിടുത്തെ C വാല്യൂ. ഈ C എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും. അതായത് 2 വിൽ ബിക്കം ദി റൂട്ട്. ഇനി ഇവിടുത്തെ പിവോട്ട് എന്ന് പറയുന്നത് എന്താണ്? 1 അല്ലേ? അതെന്താണ്? ഇവിടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് ഷിഫ്റ്റ് ചെയ്യും. 1 ബിക്കം ലെഫ്റ്റ് ചൈൽഡ് ആൻഡ് 3 റിമെയിൻ സെയിം. സോ ദെൻ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു ചെക്ക് ദി ബാലൻസ് ഫാക്ടർ. 0, 0. ദിസ് ട്രീ ഈസ് ബാലൻസ്ഡ്. ആൻഡ് അനദർ എക്സാമ്പിൾ, 50, 30, 55, 52, 60. This is the first tree. We insert a new node 65. Then what will happen? We have to check the balance factor. This is 0, this is -1, here this is -1, this is 0, this is -2. So this will become the pivot node. Here what is happening here? Here a node is inserted on the right portion. So this tree become unbalanced. So left rotation perform. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇതാണ് R എന്ന് പറയുന്ന നോഡ്, ഇതാണ് C എന്ന് പറയുന്ന നോഡ്. അപ്പോൾ C ആണ് എന്താകേണ്ടത്? റൂട്ട് നോഡ് ആവേണ്ടത്. 55. 55ൻ്റെ റൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? റിമെയിൻ സെയിം. ഇനി ഈ 50 എന്ന് പറയുന്നത് പിവറ്റ് നോഡ് ആണല്ലോ. ദിസ് വിൽ ബിക്കം 55ൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് മാറും. 50യുടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് റിമെയിൻ സെയിം ആണ്. ഇനി എന്ത് ചെയ്യും? ഇവിടെ T2 എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? T2 എന്ന് പറയുന്നത് ഇവിടെ 52 ആണ്. ഈ 50 ചൈൽഡ് ഓഫ് 50. ദെൻ ബാലൻസിങ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണിത്? ട്രീ ബാലൻസ്ഡ് ആണ്. ദിസ് ഈസ് സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷൻ. ഈ അടുത്തതെന്ന് പറയുന്നത് സിംഗിൾ റൈറ്റ് റൊട്ടേഷൻ ആണ്. സിംഗിൾ റൈറ്റ് റൊട്ടേഷൻ അല്ലെങ്കിൽ R റൊട്ടേഷൻ. R റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് നമുക്കറിയാം, റൂട്ട് നോഡാണ് R. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് C. Rൻ്റെ റൈറ്റ് സബ് ട്രീ എന്ന് പറയുന്നത് T3. Cയുടെ ലെഫ്റ്റ് സബ് ട്രീ T1, റൈറ്റ് സബ് ട്രീ T2. ദിസ് ഈസ് ന്യൂലി ഇൻസേർട്ടഡ് നോഡ്. ഈ ഷെയ്ഡഡ് പോർഷനാണ് ന്യൂലി ഇൻസേർട്ടഡ് നോഡായിട്ട് കാണിക്കുന്നത്. ഓക്കെ, here unbalancing occurs due to the insertion in the left subtree of the left child of the pivot node. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പിവറ്റ് നോഡിൻ്റെ ലെഫ്റ്റ് നോഡിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിൽ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ട്രീ വിൽ ബിക്കം അൺബാലൻസ്ഡ്. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൈറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, റൈറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ? C വിൽ ബിക്കം ദി റൂട്ട് നോഡ്,
R will become the right child and T3 എന്ന് പറയുന്നത് എന്താണ്? Rൻ്റെ റൈറ്റ് സബ്ട്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണ്. സിയുടെ ലെഫ്റ്റ് സബ്ട്രീ ആയിട്ട് T1യുടെ റൈറ്റ് സബ്ട്രീ വിൽ ബിക്കം ദി ലെഫ്റ്റ് സബ്ട്രീ ഓഫ് R. ഇത്രയുമാണ് R റൊട്ടേഷനിൽ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് സിംഗിൾ റൈറ്റ് റൊട്ടേഷൻ കം ചെയ്യുന്നത്? ഇഫ് ദി അൺബാലൻസിങ് ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഇൻസേർഷൻ ഓഫ് ലെഫ്റ്റ് സബ്ട്രീ ഓഫ് ദി ലെഫ്റ്റ് ചൈൽഡ് ഓഫ് ദി പിവറ്റ് നോഡ്, then we have to perform right rotation. ഇങ്ങനെ റൈറ്റ് റൊട്ടേഷൻ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്? റൈറ്റ് സബ്ട്രീ ഓഫ് ദി ലെഫ്റ്റ് ചൈൽഡ് ഓഫ് പിവറ്റ് നോഡ് ബിക്കം ലെഫ്റ്റ് സബ്ട്രീ ഓഫ് ദി R, that is T2. Then next case എന്താണ്? R become right child of C. ബാക്കിയെല്ലാം എന്താണ്? റിമൈൻ സെയിം ആണ്. ഫോർ എന്ന് പറയുന്ന ഒരു ട്രീ ഉണ്ടായിരുന്നു. ആ ട്രീ ബാലൻസ്ഡ് ആയിരുന്നു. അതിലേക്ക് 1നെ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. 1നെ പ്രോപ്പർ പ്ലേസിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ദിസ് ട്രീ വിൽ ബിക്കം അൺബാലൻസ്ഡ്. ഇതിലെന്ത് ചെയ്യണം? ഇതെന്ന് പറയുന്നത് ലെഫ്റ്റ് പോർഷനിലാണല്ലോ ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. സോ വി ഹാവ് ടു പെർഫോം റൈറ്റ് റൊട്ടേഷൻ. റൈറ്റ് റൊട്ടേഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്ത് വരും? ദിസ് ഈസ് C, ദിസ് ഈസ് R. ദിസ് C വിൽ ബിക്കം root. R will become right node and 1 remains same. And consider this example 50, 30, 60, 20, 35. Here all nodes are balanced and this is the root node. We have to insert 10. 10നെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യും? 50 ആയിട്ട് കമ്പയർ ചെയ്യും. 50യേക്കാൾ സ്മോളർ ആയതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ട്രാവേഴ്സ് ചെയ്യും. 30 ആയിട്ട് കമ്പയർ ചെയ്യും. 30 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും സ്മോളർ. ദെൻ കമ്പയർ വിത്ത് 20. അപ്പോഴും സ്മോളർ ആയതുകൊണ്ട് എന്ത് ചെയ്യും? 10നെ ഇവിടെ ഇൻസേർട്ട് ചെയ്യും. Then we have to check the balance factor. Balance factor check ചെയ്യുമ്പോഴത്തേക്കും tree will become unbalanced and this is the pivot node, that is R. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 50 എന്ത് ചെയ്യും? റൈറ്റ് സൈഡ് 30 will become root. Okay, 60. Then next what is 35? 35ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? 35 എന്ന് പറയുന്നത് ആക്ച്വലി T2ൻ്റെ പൊസിഷനിലാണ്. ആ സബ് ട്രീ ആണ്. അപ്പോൾ 35 എവിടെയായിട്ട് വരും? Rൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് വരണം. അതായത് 50യുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് വരുന്നു. അപ്പോൾ സിംഗിൾ റൈറ്റ് റൊട്ടേഷനും സിംഗിൾ ലെഫ്റ്റ് റൊട്ടേഷനും എന്താണെന്ന് നമുക്കറിയാം. നെക്സ്റ്റ് വീഡിയോ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ ഡബിൾ റൊട്ടേഷൻ.